Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ചിട്ട് ഒരു അടിപൊളി ഗുലാബ് ജാമുൻ്റെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ആ ഒരു ഷുഗർ സിറപ്പിൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഗുലാബ് ജാമുൻ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അമൃതം പൊടി കഴിക്കാത്തവർക്കും അതുപോലെ തന്നെ വീട്ടിൽ ഒരുപാട് അമൃതം പൊടിയൊക്കെ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. പിന്നെ അമൃതം പൊടി വെച്ചിട്ട് വേറെയും ഒരുപാട് റെസിപ്പീസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അമൃതം പൊടി വെച്ചിട്ട് ഈ ഒരു ഗുലാബ് ജാമുൻ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഗുലാബ് ജാമുൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 കപ്പ് അമൃതം പൊടി എടുക്കാം. അപ്പോൾ ഈ അമൃതം പൊടി എന്ന് പറയുന്നത് അംഗനവാടികളിൽ നിന്നൊക്കെ 6 മാസം മുതൽ ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ന്യൂട്രിമിക്സ് പൗഡറാണ്. അപ്പോൾ ഈ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുവിധം കുട്ടികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല അത്. അപ്പോൾ ഒരു പാനിലേക്ക് 2 കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ പൊടിയൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുത്തെടുത്താൽ മതിയാവും. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി. ഒരുപാട് കളറൊക്കെ മാറി വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു പച്ചച്ചുവന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അമൃതം പൊടി ഏകദേശം ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ആ ഒരു പാനിൻ്റെ ചൂടിൽ കിടന്നിട്ട് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പിന് അടുത്തായിട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമൃതം പൊടി എടുത്തതിൻ്റെ പകുതിയാണ് പാൽപ്പൊടി എടുത്തിട്ടുള്ളത്. പാൽപ്പൊടി ചേർക്കണം നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി കുറച്ച് പാൽപ്പൊടി ചേർത്താൽ മതിയെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി തീരെ ചേർത്ത് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിന് കുറച്ചൊരു കുറവുണ്ടാവുന്നേ ഉള്ളൂ. പാൽപ്പൊടിയും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് മിക്സാക്കി എടുക്കുന്നത്. കുഴച്ചെടുക്കണം നന്നായിട്ട്. അപ്പോൾ പാൽ ചേർത്തിട്ടാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. പാലിന് പകരം വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. പാൽ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. പാൽ കൂടുതൽ അളവിലൊന്നും വേണ്ട, ഒരു 1/4 കപ്പൊക്കെ മതിയാവും. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ കയ്യിൽ തടവിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കണം. പിന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിൽ ഓയിൽ തടവിയിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല വൃത്തിയായിട്ട് ഉരുട്ടിയെടുക്കുകയും വേണം. വരകളൊന്നും ഉണ്ടാവരുത്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല മിനുസായിട്ട് നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കയ്യിൽ വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് ആക്കിയിട്ട് 2 കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുത്താൽ മതിയാവും. ലൈനുകളൊന്നും ഇല്ലാതെ തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ബാക്കിയുള്ള എല്ലാതും ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നല്ല മിനുസായിട്ട് വരയൊന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവുകയൊന്നുമില്ല. കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതവിടെ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഫ്രൈ ചെയ്യാനായിട്ടുള്ള പാനും സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് ഓരോ ബോൾസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ
ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലാക്കി വെക്കുകയും വേണ്ട, എന്നാൽ നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ടും വെക്കരുത്. ലോ ഫ്ലെയിമിലാക്കിയിട്ടായാലും കറക്റ്റായിട്ട് റെഡിയായി കിട്ടുന്നുണ്ടാവില്ല. പിന്നെ ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ മാവ് കുഴക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ മാവൊന്ന് നന്നായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ. ഈ ഒരു സമയത്ത് ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്കായ ആണെങ്കിൽ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബോൾസ് ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം. ആ ഒരു സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഷുഗർ സിറപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതിൻ്റെ ഷുഗർ സിറപ്പിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ, ഇങ്ങനെ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ ഒട്ടുന്ന ആ ഒരു പരുവാവണം. ആ ഒരു സമയത്താണ് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ വിരലിൽ വെച്ച് നോക്കുമ്പോൾ ഒട്ടുന്ന ആ ഒരു പരുവായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഗുലാബ് ജാമുൻ്റെ ബോൾസും റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഈ ചൂടോടുകൂടി തന്നെ ആ ഒരു ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കിടക്കുന്നത് നല്ലതാണ്. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറുതായിട്ട് വിള്ളൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാൻ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മുകൾ ഭാഗം കരിഞ്ഞു പോവും, എന്നാൽ ഉൾഭാഗം വെന്ത് കിട്ടേയില്ല. പിന്നെ അമൃതം പൊടി ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തത് കാരണം കൂടുതൽ വേവാനും ഉണ്ടാവില്ല. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ്. ആദ്യത്തേത് ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു വിള്ളൽ വന്നിട്ടുണ്ട്. പക്ഷേ രണ്ടാമതായിട്ട് ഇട്ട സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുത്തത്. അപ്പോൾ അതിന് വിള്ളലൊന്നും വന്നില്ല, നല്ല കറക്റ്റായിട്ട് നല്ല ബോളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലും വെക്കുക, എന്നാലേ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റായിട്ട് സെറ്റാവാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല, ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. അമൃതം പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവേ ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.